അപ്പം ഇന്നുണ്ടല്ലോ നമ്മൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കളയുന്നത് എന്നാൽ ചെടികൾക്ക് ഭയങ്കര ഗുണമുള്ള ഒരു സംഭവമുണ്ട്. അത് നമുക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെടികൾക്ക്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനേ ചെടികൾക്കുള്ള ഒരു വളം, അതാണ് നമ്മുടെ മുട്ടത്തോട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസം ഇങ്ങനെ ഓംലേറ്റ് ഉണ്ടാക്കുന്ന മുട്ടയൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് ഉണക്കി വെക്കും കേട്ടോ. വെയിലത്ത് ഉണക്കിയത് കാരണം കണ്ടോ, അതിൻ്റെ ഒരു നനവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അത് ഉണക്കി വയ്ക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ചെടികൾക്ക് ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണല്ലോ. അപ്പോൾ അത് പൊടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് പൈസ കൊടുത്തിട്ട് മേടിക്കാതെ നമ്മുടെ കിച്ചൺ അടുക്കള അല്ലേ, അതായത് അടുക്കളത്തോട്ടം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക അതാണ്. അപ്പം ഞാനിത് എൻ്റെ സവാള ഉള്ളി ചതക്കണ ഇതിലായിട്ട് ഇത് ആക്കണ്ട കേട്ടോ. ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. ഓവറായിട്ടുള്ളതൊന്നും വേണ്ട, പക്ഷെ എന്നാലും ഇത്രയ്ക്കും വലിപ്പമുള്ള ഒരു ഇത് വേണ്ടല്ലോ. എന്താ ഈ ഒരു രീതിയിൽ ഇത്രയും പൊടിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടിയില്ലേ. അതായത് ഇത്രയും കണ്ട് ഇങ്ങനെ പൊടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചെടീൻ്റെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്കറിയുന്ന സാധനങ്ങൾ, നമ്മൾ കണ്ടു പരിചയമുള്ള സാധനങ്ങളില്ലേ, ഇത് അതുപോലെയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ വേണം നമ്മൾ ചെടിയിൽ വളർത്താനായിട്ട്. നമ്മുടെ അടുക്കള കൃഷി എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, നമുക്ക് ഒത്തിരി ഒന്നുമില്ല. അപ്പം നമുക്ക് അറിയുന്ന സംഭവങ്ങൾ ഇതേപോലെ എന്താണോ നമുക്ക് കിട്ടുന്നത് അത് ഇതുപോലെ പൊടിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. എന്തായാലും നമുക്ക് ഒത്തിരി കൊലകൊലയായിട്ട് കായൊന്നും ഉണ്ടാവില്ല, അത് വേറെ വിഷയം. പക്ഷെ എന്നാലും കിട്ടുന്ന കായുണ്ടല്ലോ അത്രയ്ക്ക് ഫ്രഷ് ആയിരിക്കും. ഇഞ്ചിയുടെ അവ വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാനിതിൻ്റെ മേലെ ഇരിക്കുന്ന പട്ട കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കേട്ടോ. കാരണം പട്ട വയ്ക്കുന്ന സമയത്തുണ്ടല്ലോ ചെതലുറുമ്പ് അതങ്ങ് നിറയെ വരിക. അപ്പോൾ ഞാനങ്ങ് മാറ്റി. അപ്പോൾ ഇത് കവച്ചിട്ടുണ്ട് കണ്ടോ, എല്ലാത്തിലും ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂടിക്കോളും. കണ്ട മേലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടോ. അപ്പോൾ അത് ആ മണ്ണൊന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ റെഡിയാവും. അങ്ങനെ ഒരു അവഞ്ചി ഇത് അങ്ങനെ ഒന്ന്. പിന്നെ ഇത് എൻ്റെ വെള്ളരി പന്തലിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഒരു വള്ളി കൂടെ ഇങ്ങനെ ഓരോ വള്ളിക്ക് ഈ രണ്ട് എന്താ പറയുക ചൂടിയ പോലെയാണ് കേട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും സ്പേസ് ഉണ്ട് പോകാനായിട്ട്. ഓരോ ഈ രണ്ട് വള്ളി ഞാൻ കൊടുത്തിട്ടുണ്ട്, കയറ് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാത്തിനും അതുപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ പൂക്കളും കാര്യങ്ങളൊക്കെ നല്ലോണം ഇടുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ വെള്ളരി ഉണ്ടല്ലോ, അപ്പോൾ മഴ പെയ്താലും പ്രശ്നമില്ല, പൂവൊന്നും അങ്ങനെ കൊഴിഞ്ഞു പോകത്തില്ല. കായ നല്ലോണം ഉണ്ടാവുന്നതായിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് വെച്ചപ്പോൾ കുക്കുമ്പർ വെച്ചപ്പോൾ അനുഭവം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയൊക്കെ പിന്തുകളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കടയിൽ നിന്ന് മുതിലിങ്ങനെ പൂ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈ കടയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടും. അതെങ്ങനെ കിട്ടിയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് പറഞ്ഞ സംഭവമേ അല്ല. ഇതിൻ്റെ ടേസ്റ്റ് വേറെ എന്താ പറയുക, രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. കടയത്തെ ആണെങ്കിലും നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു വിളവ് കഴിക്കുകയാണെങ്കിലും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യാനും തോന്നും. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക, എത്ര തിരക്കാണെങ്കിലും ഒരു 10 അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൽ നിന്ന് കിട്ടിയിട്ട് കഴിച്ചിട്ട് ഭയങ്കര സന്തോഷമുള്ളതുകൊണ്ടാണ്. ആ ടേസ്റ്റ് നമുക്ക് എപ്പോഴും കഴിക്കണത് അങ്ങനെ തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. ഇതുകൊണ്ട് ഈ വെള്ളിരി അല്ല കുക്കുമ്പർ ഉണ്ടല്ലോ, അത് വേറെ തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കായയിൽ ഇങ്ങനെ മുള്ളു പോലെയൊക്കെ ഇല്ലേ ഉണ്ടോ. ഇതിലോരോ കായകളും ഈ സൈഡിൽ ഇങ്ങനെ മുള്ളു പോലെ ഓരോ പൂവിലിങ്ങനെ കായുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ മുള്ളു പോലെ വരുന്നുണ്ട്. പക്ഷെ അതില്ല. അപ്പോൾ ഇത് രണ്ടും വെവ്വേറെയാണ്. അത് നമുക്ക് ഈ ഇലയിലെ തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ഞാൻ വേറെ ഇത് പാകിയിട്ടുള്ളതാണ് കേട്ടോ. വിത്ത് മേടിച്ചിട്ട് ഇത് നമ്മൾ തെയ്യായിട്ട് മേടിച്ചതാണ്. നമുക്ക് പേരും കാര്യങ്ങളൊന്നും അറിയില്ല, അതൊന്നും അറിയില്ല. കൊണ്ടുവരിക വയ്ക്കുക അത്ര മാത്രം. അപ്പോൾ ഈ കായയുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇതിൻ്റെ പുഴു ഉണ്ടല്ലോ. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ വരുമ്പോഴും ഇങ്ങനെ പച്ച പുഴു ഇവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാൻ, നമ്മളതിനെ എടുത്തിട്ടൊന്ന് കൊന്നുകളയുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ കായകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വെയിൽ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മുടെ സ്പ്രേ ഉണ്ടല്ലോ, വെളുത്തുള്ളി സ്പ്രേ, അതും ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാനെൻ്റെ കായകളൊക്കെ നോക്കുന്നത് കേട്ടോ. ഇന്നലെ ഞാനിതിൽ 2 വലുതുണ്ടായിരുന്നു, അത് ഞാൻ പൊട്ടിച്ചിട്ട് കറി വെച്ചു. അപ്പോൾ ഇന്നലത്തെ എൻ്റെ കറി സ്വന്തമായിട്ട് കൃഷി ചെയ്ത കയ്പയ്ക്ക കൊണ്ടുള്ളൊരു കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം നമുക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഈ കുഞ്ഞൊരു അടുക്കളത്തോട്ടം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒരു കറി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും നോക്കണ്ട, വേഗം വന്നിട്ട് 2 കപ്പയ്ക്കോ 2 വഴുതനങ്ങയോ 2 വെണ്ടയ്ക്കോ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് സുഖമായിട്ടൊരു ദിവസത്തെ കറി വയ്ക്കാൻ പറ്റും.
അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഈ ഒരു കുഞ്ഞു തോട്ടത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോഴും നമുക്ക് ഈ ഒരു കുഞ്ഞു തോട്ടം എപ്പോഴും ഉണ്ടാവണം. 4 പച്ചമുളകായിട്ടും 2 കയ്പ്പയ്ക്കായിട്ടും 4 വഴുതിനിയായിട്ടും 2 വെണ്ടയ്ക്കായിട്ടും ഒക്കെ ഉണ്ടാവണം. എൻ്റെ പച്ചമുളക് നിറയെ ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് വന്നിട്ട് ഞാൻ പറയില്ല, ഇപ്പോഴും പറഞ്ഞ പോലെ ആവശ്യത്തിന് വന്നിട്ട് പൊട്ടിക്കുക പോവുക. അപ്പോഴേക്ക് ഇതിങ്ങനെ പഴുത്തങ്ങ് നിൽക്കും. പിന്നെ ദൂരത്ത് നിന്ന് കാണുമ്പോഴല്ലോ നല്ല രസമാണ്, നോക്കി നന്നായിട്ട് ചുവന്നിട്ട് അങ്ങനെ നിൽക്കും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തൈ ഉണ്ടാക്കണമെങ്കിലും വളരെ എളുപ്പമാണ്. ഇതിൻ്റെ നല്ലൊരു ഇത് നോക്കിയിട്ട് നന്നായി പഴുത്ത് തരണം നോക്കിയിട്ട് ഈ ചകിരി കമ്പോസ്റ്റ് ഇല്ലേ അതിലെങ്ങ് പാകി കൊടുത്തുകഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനെ എടുത്തതാണ് ഞാൻ. ഇതിൻ്റെ അതിൻ്റെ ആ ഒരു ഇതിലെടുത്തത് കേട്ടോ. അവിടെ പച്ചയായിട്ട് നിൽക്കുന്നുണ്ട്. അതും ഇതൊക്കെ കുരുടിപ്പ് വന്നിട്ട് ഞാൻ തലപ്പ് നുള്ളി കൊടുത്തതാട്ടോ. പക്ഷെ പിന്നീട് വന്നത് കണ്ടാൽ പറയുമോ ഈ കുരുടിപ്പ് വന്ന ചെടിയാന്ന്? പറയില്ല. അതുപോലെ തന്നെ എൻ്റെ ഈ നാടനുണ്ടല്ലോ തലപ്പ് നുള്ളി കൊടുത്തതാണ്. ഉണ്ടോ? അപ്പം നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. വെണ്ടയ്ക്കയിൽ ഇതേ പൂവും കായൊക്കെ ഇടാറായി കേട്ടോ. ഇത് പൂവ് ഫസ്റ്റത്തെ പൂവിടുന്നുണ്ട്. അതും നല്ല രീതിയിൽ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ആ വെണ്ടയ്ക്കയുടെ ഒരു ഇലയല്ല ഇത് വേറെ എനിക്ക് വരണം. നമ്മൾ വെച്ചത് ഇലയ്ക്ക് ഇത്രയും വലുപ്പം വന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് നാടനിൽ പെട്ട ഒരു വെണ്ടയ്ക്ക തോന്നുന്നു. ഇത് വലിയ കുഴപ്പമില്ല, ഇത് നല്ല നീളമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പോകുന്നു എൻ്റെ കൃഷിത്തോട്ടമായിട്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം വൈകുന്നേരം ആവാറായി, വൈകിട്ട് നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.